റെഡി? ഞാൻ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. കമാൺ, എറിഞ്ഞു. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറച്ചാ. ഇനി മോളെ നീ അങ്ങോട്ട് മാറി നിന്ന് കളിക്കേ. കമാൺ, റെഡി? ഒരു സിഗ്നേച്ചർ. ഈ അച്ഛന് ഒരു ശ്രദ്ധയില്ല. ആ ബാറ്റിംഗ് തന്നെ അച്ഛന് ബൗൾ ചെയ്താൽ മതി. റെഡി റെഡി, ഇതാ വരുന്നു. ആയിട്ടോ, നമുക്ക് നിർത്താം. വിടാം അച്ഛൻ ഒരു പ്രാവശ്യം ബൗൾ ചെയ്താൽ മതി. എന്റെ അച്ഛനല്ലേ. ഇതാ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ അഭിമാനമായ സുനിൽ ഗവാസ്കറാണ്. ഫാസ്റ്റ് ബോളർ ബോയ്ക്കോട്ട് ബൗൾ ചെയ്യാൻ പോകുന്നു. പിന്നെ പിന്നെ ഞാൻ വിക്കറ്റ് കീപ്പറാണ്. റെഡി? മോനെ സൂക്ഷിച്ചോണം. മോൾ അവിടെ അങ്ങോട്ട് മാറി നിൽക്ക്. ബിജു, പിൻബോളാണ്, സൂക്ഷിക്കണം. അച്ഛൻ അറിയുന്നേ. ഏർ വരാൻ പോകുകയാണ്. വിക്കറ്റ് എല്ലാം ഊട്ടിഞ്ഞ് തകരാൻ പോകുകയാണ്. ഈ അച്ഛനെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അച്ഛനും ബിജുമോനും കാപ്പി കുടിക്കാൻ വിളിക്കും. അവരവിടെ ക്രിക്കറ്റ് കളിക്കുക. രാവിലെ ചെറുക്കൻ്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയോ? പോയി വിളിച്ചോണ്ട് വാ. ശരി അമ്മേ. ഞങ്ങള് കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. എടാ മോനെ, അമ്മ വിളിക്കുന്നു. ചെല്ല് ചെല്ല് ചെല്ല്. എപ്പോഴും കളിക്കാൻ തുടങ്ങുമ്പോഴേ ഒരു കാപ്പി കുടി. നീ എവിടെ പോയിരിക്കുക? എന്തെങ്കിലും ഉണ്ടെ വേഗം കൊണ്ടുവന്നേ. ഞാൻ അച്ഛനെ വിളിക്കാൻ പോയതാ. അങ്ങേരെ ചെറുക്കൻ്റെ കൂടെ തുള്ളാൻ പോയിരിക്കുക. വരാൻ താമസിക്കും. എനിക്ക് വിശക്കുന്നു. എന്തൊരു ധൃതിയാ. നിനക്കറിയത്തില്ലയോ, ഞാൻ എല്ലാ കാര്യത്തിനും അല്പം ഫാസ്റ്റ് ആണെന്ന്. അവര് വരുന്നു. ഇന്ന് അച്ഛനും മോനോടെ കളിച്ചിട്ട് ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. ചേച്ചി, ഇന്നത്തെ സ്കോർ എത്രയാണെന്നോ? ബോയ്ക്കോട്ടിന്റെ ഒറ്റ ബോളിന് ഗവാസ്കർ സെഞ്ചുറി എടുത്തിരിക്കുന്നു. കളി ഗംഭീരമായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഗെയിം. ഇല്ലടാ മോനെ. ചുമ്മാ കള്ളം പറയാതെ. ഇന്നത്തെ കളി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. എന്റെ പൂച്ചെണ്ടുകൾ. നിങ്ങൾ വഴക്കിടാൻ തുടങ്ങിയോ? മോഹൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. മോഹൻ ഇരുന്ന് മുഷിഞ്ഞു കാണും. അവൻ ഇഡ്ഡലി കൊടുക്ക.
എന്നും ഒരു ഇഡ്ഡലി. ഈ അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാറിയില്ല. ഇത് ക്രിക്കറ്റ് കളിക്കാൻ കൊള്ളാം. മോൻ ഏത്തയ്ക്കാ പുഴുങ്ങിയത് കൊടുത്തില്ലേ? ആഹാ, ഇവിടെ ആർക്കും ഒരു സ്പെഷ്യലും ഇല്ല. എന്താ എല്ലാരും കഴിക്കുന്നത് സാറിന് ഇറങ്ങത്തില്ലായിരിക്കും? അവന്റെ മോന്ത കണ്ടില്ലേ? ഗണപതിക്ക് ഇഷ്ടപ്പെട്ട വല്ലതും കൊടുക്കമ്മേ. ആരാടി ഗണപതി? ചക്കയുടെ ചവണി കിട്ടിയാലും അവൾ തിന്നോളും. ചക്കയാണെന്നും പറഞ്ഞു. അവളുടെ വയറ് കണ്ടില്ലേ? ഇത് കേട്ടോ അച്ഛ, പറയുന്ന കേട്ടില്ലേ? എടാ നാളെ സൺഡേ ആണ്, നമുക്ക് പിക്നിക്കിന് പോകണ്ടേ? ഇങ്ങനെ വഴക്കിട്ടാൽ ഞാൻ ആരെയും കൊണ്ടുപോകില്ല. ശരി അച്ഛ, വഴക്കിട്ടില്ല. ഓ, ഇങ്ങനെ പിള്ളേരെ വഷളാക്കുന്ന ഒരു മനുഷ്യൻ. എറിഞ്ഞു വീഴ്ത്തല്ലോ. എടാ, ഒന്ന് തന്നില്ലെങ്കിൽ ഇപ്പൊ എറിഞ്ഞു വീഴ്ത്തേ. ചുമ്മാ ഇരിക്കടി, ഒരു അടി വെച്ചെന്നുണ്ടല്ലോ. പട്ടം പറത്തിൽ ഇപ്പൊ ഞാൻ നിർത്തി തരാടാ. ഓടി. ഞാൻ തടഞ്ഞ അടിക്കണ്ടേ? ഞാൻ ഇപ്പൊ അച്ഛനോട് പോയി പറയല്ലോ. പോയി പറഞ്ഞിട്ട് വാ. അച്ഛോ, ബോറടിക്കുന്നു അച്ഛോ. മോള് പോയി എന്തെങ്കിലും കളിക്കുക. എന്ത് കളിക്കാനോ? അത് അച്ഛാ, ഒരു പുതിയ ഗെയിം ഞങ്ങൾ സ്കൂളിൽ കളിച്ചതാ. എല്ലാരും വേണം. ചേട്ടാ, ബിജു, ചേച്ചി, അച്ഛാ അല്പം ബേറ്റർ തരൂ. ഇതാ, ഈ നറുക്ക് എല്ലാവരും എടുക്കണം. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാവരും ചെയ്യണം. ആദ്യം ഞാൻ തന്നെ. ആരും വായിക്കണ്ട, ഞാൻ വായിക്കാം. ഒരു കൈയും കാലും ഉയർത്തി നടക്കണം. ആ ചെല്ല്. അടുത്തത് രേഖ തരൂ. തവളയെ പോലെ ചാടുക. കൊടുക്ക്. റോക്ക് ആൻഡ് റോൾ ആടണം. എനിക്ക് പറഞ്ഞ പറ്റില്ല. അടുത്തത് കാണിക്ക്. കുരങ്ങിനെ പോലെ ചേഷ്ടകൾ കാണിക്കുക. അത് പറ്റില്ല, നിയമം അനുസരിച്ച് അതൊന്നും പറ്റില്ല. റാണി റാണി കൂൾ കൂൾ, റാണി റാണി കൂൾ കൂൾ. ഞാൻ കൂവിയോ? അമ്മ എങ്ങനെ കളിയാക്കുന്നത് തെറ്റല്ലേ? റാണി റാണി. ഇനി അച്ഛന്റെ നറുക്ക് വായിക്കണം. വായിക്കാം. പാട്ട് പാടണം. മക്കളെ, എനിക്ക് പാടാൻ അറിയില്ല. അത് പറ്റില്ല, അച്ഛൻ പാടി തന്നെ. അത് പറ്റില്ല. ശരി, പാടിക്കളയാം. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. തൈക്കിളവി തമ്പുരാട്ടി കള്ളക്കുരങ്ങച്ചി, കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി.
മക്കളായോരാണും പെണ്ണും മാറാപ്പിലുണ്ട്, മക്കളായോരാണും പെണ്ണും മാറാപ്പിലുണ്ട്. കുത്തിമറിഞ്ഞു പോക്കറ്റ് തപ്പും കുട്ടി കുറന്തച്ചൻ, കുട്ടി കുറന്തച്ചൻ. കാലത്തും വൈകിട്ടും ക്യൂടെക്സെന്നും കൊച്ചു കുറങ്ങച്ചേ, ഈ കൊച്ചു കുറങ്ങച്ചേ. തള്ളേം കൊള്ളാം പിള്ളേരും കൊള്ളാം തന്താനത്താന, തന്താനത്താന. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. കണ്ടാലാരും ഒന്ന് നോക്കും നല്ല മുഖമാണ്, കണ്ണിൽ കോപ വിളക്കെറിഞ്ഞാൽ കാണാൻ ചേലാണ്. കണ്ടാലാരും ഒന്ന് നോക്കും നല്ല മുഖമാണ്, കണ്ണിൽ കോപ വിളക്കെറിഞ്ഞാൽ കാണാൻ ചേലാണ്. കൂടെ നടന്ന് നിങ്ങളെ പോലെ ഞാനും കുരങ്ങായി, കാട്ടിലും നാട്ടിലും ചുറ്റി നടക്കും തന്തക്കുരങ്ങായി. തള്ളേം തന്തേം പിള്ളേരും കൊള്ളാം തന്താനത്താന, തന്താനത്താന. തള്ളേം തന്തേം പിള്ളേരും കൊള്ളാം തന്താനത്താന, തന്താനത്താന. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. കാട് വിട്ട് നാട്ടിൽ വന്ന കാട്ടുകുരങ്ങച്ചി, കാഞ്ചീപുരം സാരി ചുറ്റി വീട്ടമ്മയായി. പ്ലാന്റേഷൻ ലേബേഴ്സ് സ്ട്രൈക്ക് തുടരുകയാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഒരു കോണ്ടിജൻസി അങ്ങോട്ട് അയക്കും. ഇളമ്പള്ളൂർ കാവിൽ 10 ദിവസം ഉത്സവമാണ്. സ്റ്റേഷൻ പോലീസ് അവിടെ ഡ്യൂട്ടിയിലാണ്. ഓഹോ, റിസർവിൽ നിന്നും കുറെ ആളുകൾ നമുക്ക് ആവശ്യപ്പെടാം. സർ. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടാകരുത്. സർ. സോറി. യെസ്, കമ്മീഷണർ ഹിയർ. യെസ് സർ. സർ, എന്ത്? കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകുമെന്നോ? ഞാൻ നോക്കിക്കൊള്ളാം. കൊള്ളക്കാരെ പിടിക്കാൻ പോകുന്നു, അതിന് പോലീസുകാർ പോയാ പോരെ? എനിക്കും പോലീസിലാണ് ജോലി. നിങ്ങൾക്കെല്ലാം നിസ്സാരമാണ്. കൊള്ളക്കാരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. കമ്മീഷണർ രാജശേഖരൻ തമ്പിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ പോലീസ് നിയമിച്ചിരിക്കുന്നത്. മിസ്സിസ് തമ്പി പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങൾ ഒരു കമ്മീഷണറേ ഉള്ളൂ? അല്ല, വേറെയുമുണ്ട്. അവർക്കും എന്നെപ്പോലെ ഭാര്യയും മക്കളുമുണ്ട്. പ്രഭേ, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ, അന്ന് മുതൽ ഞാൻ മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്തും നേരിടാൻ തയ്യാറായിരിക്കും. ഒന്നും അറിയാത്ത പാവപ്പെട്ട ഗ്രാമീണരെയാണ് അവർ കൊള്ളയടിച്ചും കൊലപ്പെടുത്തിയും നശിപ്പിക്കുന്നത്. അവരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? ഞാൻ ഈ നാടിന്റെ ഒരു എളിയ സേവകനാണ്. ഓരോ മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിനാപത്താണെന്ന് കണ്ടാൽ സ്വന്തം ജീവൻ കൊടുത്തും കടമ നിർവഹിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? എന്തോ എനിക്കൊരു ഭയം തോന്നിയതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ, പിന്നെ മോഹൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ടോ? ഇല്ല, നീ ഭയപ്പെടാതിരിക്കുക.
ഞാൻ നോക്കിയിട്ട് വരാം. Reverse, reverse. Get down. ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. നീ ആ നിയമം ലംഘിച്ചു. ഇതങ്ങനെ ചെയ്യില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യില്ല. തോക്ക് താഴ്ത്തു. പോകൂ. പോകാൻ പോകാൻ. മിസ്റ്റർ രാജശേഖരൻ അമ്മയുടെ കൃത്യനിർവഹണത്തെയും ആത്മാർത്ഥയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കൊള്ളക്കാരനായ ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. അയാൾ ഈ നാടിന്റെ ചാവുമാണ്, പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയും. നിരായുധനായ അയാളെ കിട്ടിയപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു. കൊള്ളക്കാർക്ക് ആയുധം കൊടുക്കുന്നതിലും റിപ്പോർട്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിലും പോലീസിന്റെ പേരിൽ ഇപ്പോൾ തന്നെ പല ആക്ഷേപമുണ്ട്. ആ നിലയ്ക്ക് ഗംഗയെ വിട്ടയച്ചത് കൂടുതൽ ആക്ഷേപങ്ങൾ കാരണമാകും. ഇതേപ്പറ്റി തമ്പിക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. ഗംഗ കൊള്ളക്കാരനാണ്.
പക്ഷേ അയാൾക്കൊരു ഹൃദയമുണ്ട്. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായാൽ തിരുത്തിയെടുക്കാവുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്നെനിക്ക് തോന്നി. മിസ്റ്റർ തമ്പിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, പോലീസിന്റെ ഭാഷയും ഇതല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അതിന് കിട്ടാത്ത ഭീകരന്മാർ കൊല്ലപ്പെടണം. പോലീസ് ആക്ട് അനുസരിച്ച് ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. എക്സ്ക്യൂസ് മീ സർ, ഏത് നിമിഷവും ഗംഗയെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. എത്രയോ കൊള്ളക്കാരെ നാം വെടിവെച്ചു കൊന്നു, എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടും കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അത് ദിവസം തോറും കൂടുന്നതേ ഉള്ളൂ. എത്രയോ പോലീസുകാർ കൊല്ലപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ നിരാലംബമായി, എത്രയോ ഗ്രാമങ്ങളാണ് പ്രതീകാരവരിയിൽ കൊള്ളക്കാർ ചുട്ടരിച്ചത്. ഇത് പരിഹരിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കിക്കൂടെ? തോക്കിന്റെയും ലാത്തിയുടെയും ഭാഷ മാത്രമല്ല പോലീസിന്റേതെന്ന് നമുക്ക് തെളിയിച്ചുകൂടെ? What do you mean? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും കുറ്റക്കാരാകാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്താൽ സമൂഹത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. വിനോബാജി തെളിയിച്ചതുമാണ്, നമ്മുടെ സർക്കാർ സമ്മതിച്ചതുമാണ്. ഗംഗയും കൂട്ടരെയും അങ്ങനെ തിരുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സർ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കുഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ പട്ടിണി പാവങ്ങളെ കൊള്ളയടിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അവിടെ നിന്ന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനല്ല, അവരൊന്ന് ഭീഷണിപ്പെടുത്താനാ. എന്തിന്? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, പണം മാത്രമല്ല ആവശ്യം, ജനപിന്തുണയും ആവശ്യമാണ്. ഗംഗ ഒന്ന് വിരലനക്കിയാൽ അവര് നമ്മുടെ പുറകിൽ അണിനിരക്കണം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു? കൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നോ? ഞാനായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഭരണപക്ഷമോ എതിർപക്ഷമോ? രണ്ട് പക്ഷവും സീറ്റ് തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആർക്കാണ് ജനപിന്തുണ എന്ന് അറിയട്ടെ, അവിടെ നിൽക്കാം. അതെ, ചെലവിലുള്ള പണം പതിവ് പോലെ ഞങ്ങൾ തരും. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ടെലസ്കോപ്പിക് സൈറ്റുള്ള തോക്ക്, കൈബോംബ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഈ ഉർവശി മേനകന്മാർക്ക് വേണ്ടി ഞങ്ങളിവിടെ വരുന്ന കാര്യം ഗംഗ അറിയരുത്. എനിക്കറിയില്ലേ അവന് ജീവിതം ആസ്വദിക്കാൻ അറിയില്ലെന്ന്. എന്നാലും അവൻ നിങ്ങൾക്കൊരു നേതാവാണ്. Hey. La. നിങ്ങൾക്ക് നീ അറിയാമോ? നിന്നെ അറിയുമോന്നോ? എടാ ദ്രോഹി, നീയാണോടാ എനിക്ക് ഭിക്ഷ തരുന്നത്? ഞാൻ എങ്ങനെയാ ഭിക്ഷക്കാരിയായെന്ന് നിനക്കറിയാമോ? നീ കാരണമാടാ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ല അല്ലേ? എന്റെ ഭർത്താവിനെ നീ കൊന്നു, എന്റെ മകനെ നീ കൊന്നു. നിന്റെ ചോരക്കൊതിയാണടാ എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോഴെനിക്ക് പണം തരാൻ വന്നിരിക്കുന്നു. ഇതെന്റെ കുഞ്ഞിന്റെ ചോരയാടാ, ചോര. നീ എത്ര ദൈവത്തെ
ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കും. നീ എവിടെ പോയി ഒളിച്ചാലും ദൈവം നിന്നെ വെറുതെ വിടില്ലടാ. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊന്നതുപോലെ നിന്നെ ആരെങ്കിലും വെട്ടി നുറുക്കി കൊല്ലുവേടാ. മേനോ സാർ നന്നായിട്ടാണ്. ടെലസ്കോപ്പിക് സൈറ്റ് ഉള്ളതാ. ഓടി ഓടി ഇങ്ങോട്ട്. ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇവര് തെരുക്കുത്താടികളാ. ആട്ടം ഇവിടെയും ആകാമല്ലോ. ആട് എല്ലാവരും മാറി നിൽക്കിൻ. തുടർന്നു കാലം കണക്കുകൾ കൂട്ടുന്നു മടയന്മാർ, ലഹരിയിൽ മുങ്ങുന്നു മിടുക്കന്മാർ. ഇന്നലെ ഇന്നും നാളെ യാത്ര തുടർന്നു കാലം കണക്കുകൾ കൂട്ടുന്നു മടയന്മാർ, ലഹരിയിൽ മുങ്ങുന്നു മിടുക്കന്മാർ. തുടർന്നു കാലം കണക്കുകൾ കൂട്ടുന്നു മടയന്മാർ, ലഹരിയിൽ മുങ്ങുന്നു മിടുക്കന്മാർ. വസന്തോത്സവം ഞാൻ ഇന്നലെ ഇന്നും നാളെ യാത്ര തുടർന്നു കാലം കണക്കുകൾ കൂട്ടുന്നു മടയന്മാർ, ലഹരിയിൽ മുങ്ങുന്നു മിടുക്കന്മാർ.
കൊള്ളാം, നല്ല ഉണ്ട്. പാവം, അവൾ ഒറ്റയ്ക്കായിപ്പോയി. നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. അനങ്ങിപ്പോകരുത്. നീ തന്നെ എവിടെ വന്നു? ഗംഗയെ കാണാൻ. ഗംഗ നീ അറിയും? നിന്നെയും അറിയും. ഷേർഖാൻ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് 3 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നവൻ. कमिश्नर साहब, तो तुमने शेर खान को पहचान लिया? അറിയാം. ഓ, അപ്പൊ നിനക്ക് എല്ലാവരെയും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ആത്മഹത്യ ചെയ്യാനോ? അതിന് വല്ല ആറ്റിലൊക്കെ അതുള്ള ചാടിയാ പോരെ? ഇങ്ങോട്ട് വരണോ ഞങ്ങളെ മെനക്കെടുത്താൻ? മനുഷ്യരെക്കുള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു മെനക്കേടോ? നീ ഒരു വിളഞ്ഞ വിത്താണല്ലോ. അല്ല, മുറ്റിയ മരം തന്നെയാണ്. നമുക്ക് കണ്ടുകളയാം. ഭദ്രൻ, കമ്മീഷണർ സാബ് കോ രാസ്ത ദിഖാओ. ആ, നിനക്ക് ഗംഗയെ കണ്ടു തന്നെയാണോ അല്ലേ? അതെ. നടക്കെ. ചലിയേ. അങ്ങോട്ട് പോയി സൗകര്യം പോലെ കണ്ടുകൊള്ളണം. ഞാൻ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. ജായിയെ കമ്മീഷണർ സാബ്. ഖുദാ ഹാഫിസ്.
വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ? കൊടിയൻ അവൻ അല്പം കൊടുക്ക. എനിക്കും അല്പം വേണം കൈ കഴുകാൻ. ഇവനെ ഇയാൾ എവിടെ എന്തിനു കൊണ്ടുവന്നു? ഞാൻ സ്വയം വന്നതാണ് നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? ഇത്തരം സ്ഥലത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോട് തിരിച്ചുപോയ ചരിത്രമില്ലെന്നറിയാമല്ലോ. പോലീസിന്റെ കയ്യിൽ കിട്ടിയ നിങ്ങളെപ്പോലൊരു കുറ്റവാളിയെ പോലീസ് വിട്ടയച്ച ചരിത്രവുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ, അപ്പൊ ചരിത്രം ചിലതൊക്കെ മാറണം അല്ലേ ഗംഗാധരൻ? അന്നെന്നെ വിട്ടയച്ചതിന്റെ അവകാശവാദമാണോ? അല്ല, അതെന്തിനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്റെ ഹൃദയം എന്തോന്ന് മരവിച്ച് മരിച്ചു കഴിഞ്ഞു. പിടിച്ചു കെട്ടുവനെ. നിങ്ങൾ എന്തിനെന്നെ പിടിച്ചു കെട്ടുന്നു? നിങ്ങൾക്ക് എന്നെ ഭയമാണ്. ഭയമോ? ഞങ്ങൾക്കും ഇല്ലേ? ഇല്ല. എല്ലാവരും തോക്കുതാഴത്ത്. അപ്പൊ ഭയമുണ്ട്, എനിക്കതില്ല. ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. വേണ്ട, അയാളെ കെട്ടണ്ട. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. വരൂ. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. പറയാം, അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനീ മഹാപാപം ചെയ്യുന്നു? മനസ്സിലായില്ല. ജീവിക്കാൻ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊള്ളയടിക്കണം, മനുഷ്യരൊക്കെ നശിപ്പിക്കണം. നിങ്ങൾ എത്ര പേരെ ഇടിച്ചു കൊല്ലുന്നു, എത്ര പേരെ തൂക്കിക്കൊല്ലുന്നു. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ തൊഴിൽ ചെയ്യുന്നത്? നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത്. അധ്വാനിച്ച് ജീവിച്ച് മര്യാദയ്ക്ക് കഴിയുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ കൊലപ്പെടുത്തി ഛിന്നഭിന്നമാക്കുന്നത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിയമത്തിന് കീഴടങ്ങി മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കണം. നിയമം? എന്ത് നിയമം? ഏത് നിയമം? നിങ്ങളുടെ നിയമം പാലിക്കുന്നവരാരാണ്? ഒരു പ്രത്യേകതരം കുപ്പായമിട്ട് നിയമത്തിന്റെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങിക്കുന്ന പലരെയും ഞങ്ങൾക്കറിയാം. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കുന്ന ഏമാന്മാർ. നിയമത്തെ വ്യഭിചരിക്കുന്നത് ആരാണ്? അവർ ചെയ്യുന്ന കൊല്ലാക്കൊല ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്ന ഭദ്രനെ? അവനെങ്ങനെ ഇവിടെ വന്നുവെന്ന്? സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ ശിക്ഷിക്കപ്പെടാതെ വന്നപ്പോ പ്രതികാരം ചെയ്തവൻ കാട് കയറി. ആ നിൽക്കുന്ന ഗോപാലൻ അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത രാഷ്ട്രീയ നേതാവിനെ നിങ്ങളുടെ നിയമം ശിക്ഷിച്ചില്ല. MLA മാർ വോട്ട് ചെയ്ത് അവൻ MP ആക്കി. ഇനി ഞാൻ കൊള്ളക്കാരനായ കഥ കേൾക്കണം. മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി 2 തേങ്ങ ഇട്ടതിന് നിങ്ങൾ പറയുന്ന നിയമം എന്നെ കള്ളനാക്കി. എനിക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം എവിടെ നിന്നറിയാമോ? ദുർഗുണ പരിഹാര പാഠശാലയിൽ, അതും സർക്കാർ ചെലവിൽ. ഗംഗാധരൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനെതിരായി നിങ്ങൾ ഉപയോഗിച്ച മാർഗമാണ് തെറ്റിപ്പോയത്. പുഴുക്കളെ പോലെ മനുഷ്യരെ നിങ്ങൾ ചുട്ടരിക്കുന്നു, എന്നിട്ട് പുരോഗമനം പറയുന്നു. നിങ്ങൾക്ക് സമൂഹത്തിന്റെ വെറുപ്പ് മാത്രമേ നേടാനാവൂ. മരണഭയമില്ലാത്തതുകൊണ്ട് മാത്രം ഒരാൾ ധീരനാവുന്നില്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ധീരത. നിങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഗംഗാധരൻ, നിങ്ങൾ ഈ വഴിയിൽ നിന്നും പിന്തിരിയണം. ഇനിയും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുടേതാണ് സമൂഹം. അവിടെ നിങ്ങൾക്ക് ഭയക്കാനും ഭയപ്പെടുത്താനും ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരൂ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കൂ. സെൻട്രൽ ജയിലിൽ പാറ പൊട്ടിക്കണമായിരിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. എങ്ങനെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്? ഞങ്ങൾ കൊള്ളക്കാരാണ്, കൊല ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങളുടെ നിയമം ഞങ്ങൾ വെറുതെ വിടില്ല. കോടതിയും ജയിലും കൊലക്കാരുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. നിയമം ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, മനുഷ്യ രക്ഷിക്കാൻ കൂടിയാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തുമെങ്കിൽ കുറ്റങ്ങൾ പൊറുക്കാനും പുതിയൊരു ജീവിതം നൽകാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഈ ജീവിതമാണ് പഴക്കം. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, സംതൃപ്തരാണ്. അല്ല, ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തോക്കു ചുമന്ന് കൊള്ളയും കൊലയും ചെയ്ത് ജീവിച്ച നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ അന്ന് കൊല്ലുകയില്ലായിരുന്നു.
അതെ, ആന്റണി. അവൻ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ശിക്ഷയായിരുന്നു. അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവന്റെ ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ ആ തെറ്റവൻ ചെയ്യില്ലായിരുന്നു. കുടുംബം, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അമ്മയെ രക്ഷിക്കാൻ കള്ളനായ നിങ്ങൾ പിന്നീട് ഒരിക്കലെങ്കിലും അമ്മയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ അവർ സ്വന്തം ശരീരം തന്നെ വിൽക്കുന്നുണ്ടാവും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അമ്മപെങ്ങന്മാരെ പറ്റി അത്തരത്തിൽ ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ? എത്രയോ സ്ത്രീകളെ നിങ്ങൾ വിധവകളാക്കി, എത്രയോ അമ്മമാരെ നിങ്ങൾ മക്കളില്ലാത്തവരാക്കി, എത്രയോ സഹോദരിമാരെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ എങ്ങനെ പിച്ചക്കാരിയായെന്ന് നിനക്കറിയാമോടാ? നീ കാരണമാടാ, നീ കാരണം. പണത്തിനു വേണ്ടി നിങ്ങൾ കൊന്നുതള്ളിയ മനുഷ്യരെ പറ്റി, അവരുടെ കുടുംബങ്ങളെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാതകങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നൂറ്റിക്കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കിയ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണോ? ആയുസ് മുഴുവൻ ഭയന്നും മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും മൃഗങ്ങൾ പോലും ജീവിക്കാറില്ല. എന്താണിത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഗംഗ, നമുക്കിടയിൽ അന്തഛിദ്രം ഉണ്ടാക്കാനും നമ്മെ തമ്മിൽ അടിപ്പിക്കാനും അവനിത് പറഞ്ഞത്. അവനെ വകവരുത്തേണ്ട വഴിയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഗംഗ, തും പാഗൽ ഹോ, നിനക്ക് ഭ്രാന്താണ്. ഗംഗ, അവന്റെ പൊള്ളയായ വാക്കുകൾ നീ വിശ്വസിച്ചു അല്ലേ? ഇല്ല, പക്ഷേ അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഏത് നിമിഷവും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത്? എടാ മഠയ, ജീവിതത്തിലെ പരമസുഖം ഉപേക്ഷിക്കണമെന്ന്. ഇവിടെ വേണ്ടുവോളം പണമുണ്ട്, മദ്യമുണ്ട്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇരുമ്പടികളും കൊലമരവും തേടി പോണമെന്നു. ഗംഗ, തും ഹി ജാओगे? ഇല്ല, നമുക്കൊരു പുതിയ ജീവിതം തരാമെന്നാണ് അയാൾ പറഞ്ഞത്. എടാ പമ്പര വിഡ്ഢി, ശക്തി കൊണ്ട് നമ്മെ കീഴടക്കാനാവില്ലെന്ന് കണ്ടപ്പോ പോലീസ് ഉണ്ടാക്കിയ ഒരു കെണിയാണിത്. കാക്കിക്കുള്ളിലെ കരിങ്കവനാണ് അവൻ. അവനെ ഇവിടെ കൊണ്ടുവന്ന് താണ തട്ട് ചെയ്യാൻ അവിടെ വെച്ചേ തട്ടേണ്ടതായിരുന്നു. ഇനിയും താമസിച്ചു വരൂ. ഞാൻ ഇയാളുടെ കൂടെ പോവുകയാണ്. ഗംഗ, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എന്റെ കൂടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇയാൾ വാക്ക് പാലിക്കുമെങ്കിൽ, എനിക്കൊരു ജീവിതം തരുമെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വരണം. ഇല്ല, പാലിക്കില്ല. അയാൾ നിന്നെ വഞ്ചിക്കും. എന്റെ ജീവൻ ആപത്തുന്നല്ലേ? സാരമില്ല, അതൊരിക്കൽ ഇയാൾ തിരിച്ചു തന്ന ജീവനാണ്. ഇനി ഇതെനിക്ക് വേണ്ട. ഗംഗ, അയാൾ നിന്നെ വഞ്ചിക്കും. നീ ഒരിക്കൽ തിരിച്ചു വരും. നിനക്ക് ഇനിയും ഈ തോക്ക് പിടിക്കേണ്ടി വരും. ഇനി ഈ തോക്ക് ഞാൻ പിടിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഇയാളുടെ വംശം നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാൻ പോകുന്നു. അവനെ കൊല്ലരുത്. അത് ബുദ്ധിയല്ല. നമുക്കവനെ തിരിച്ചു കൊണ്ടുവരണം. അവൻ നിങ്ങൾക്കൊരു നേതാവാണ്. കൊള്ളക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല, അവന് പുതിയൊരു ഉദ്യോഗം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് പോലീസ് കമ്മീഷണർ രാജശേഖരൻ തമ്പി, നിന്റെ തന്ത. എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ രാജ്യത്തെ സകല കൊലപാതകളെയും കൊള്ളക്കാരെയും പിടിച്ച് പുണ്യവാളന്മാരാക്കി കളയാന്നുള്ള പുതിയ എക്സ്പെരിമെന്റിലാ പുള്ളി. കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലിയോ തൂക്കിലിടുകയുണ്ട. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനുകളിൽ നിലത്തെഴുത്ത് പിടിപ്പിക്കാനും ജയിലുകളൊക്കെ കാഴ്ച ബംഗ്ലാവാക്കാനുള്ള വല്ല പുതിയ പദ്ധതികളുണ്ടോ എന്ന് കണ്ടറിയണം. അങ്ങനെ വന്നാൽ ഞങ്ങളെ പോലുള്ളവര് കാക്കി കുപ്പായിട്ടുണ്ട് കമ്പിക്കൂടിനകത്ത് കിടക്കേണ്ടി വരും.
പ്രദർശന വസ്തുവായിട്ട്. വീട്ടിൽ വന്നാലും പോലീസ് സ്റ്റേഷനും ഡ്യൂട്ടിയും കൊള്ളക്കാരും വേറൊരു വിചാരവും ഇല്ല. നീ പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇപ്പൊ ഒരു വിചാരം വന്നു. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇതെന്ത് വേഷം? അച്ഛൻ തുണിയൊന്നും തരത്തില്ല. നല്ല തുണിയുടെ വെളിയിൽ പോയാ വല്ല പെമ്പിള്ളരും മോനെ തട്ടിക്കൊണ്ട് പോകുമെന്ന്. പിന്നെ സ്ത്രീധനം കിട്ടില്ലെന്ന അച്ഛന്റെ പേടി. ഒന്ന് മാറി നിൽക്ക്. ഞാൻ തുണിയൊന്ന് മാറ്റട്ടെ പ്ലീസ്. പോ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ. എന്നെ മാത്രമല്ലേ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. മറ്റേ മോൻ അവിടെ എന്തോ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വായിങ്ങോട്ട്. നീ എന്റെ മോനല്ലേ, മറ്റവന്മാര് നിന്റെ തള്ളയുടെ ആദ്യാ. നീ നടക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാം. റെഡി? നിങ്ങളുടെ അച്ഛനൊരു വല്ലാത്ത പിശുക്കൻ തന്നെ. അതിന് കാരണം നിന്റെ ചേച്ചി എന്റെ ചേട്ടനുമാണ്. അവര് കയറി മുമ്പേ അങ്ങ് പ്രേമിച്ചു. ഡൗറി തൊട്ട് കിട്ടിയതുമില്ല. പിന്നെ മൂപ്പിൽസ് വിടുമോ? ഇതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അല്പം സൊള്ളൽ, ഒരു കെട്ടിപ്പിടുത്തം, പിന്നെ ഒരു ഡിവറ്റ്. I love you baby, I love you baby, I love you baby, I love you baby, I love. നീ അതൊന്നും കണ്ട, കണ്ണുപത്ത്, കണ്ണുപത്തിക്കോ. അങ്ങോട്ട് അങ്ങോട്ട്. ഞാനിത് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നതാ. പിന്നെ അച്ഛൻ കൂടെ ഒന്ന് കണ്ടിട്ടെന്ന് കരുതി വിളിച്ചോണ്ട് വന്നപ്പോ ഇപ്പൊ എന്നെ കൊണ്ട് കൊത്തുവാന്നു. നോക്കും നോക്കും. കാണാൻ നല്ല രസമുണ്ട് സിനിമയിലെ കൂട്ട്. നീ പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല. അവനോ വഷളായി, നീയോ? I love you, love you. അച്ഛൻ 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 അച്ഛൻ. അവിടെ നിൽക്കടാ, അവിടെ എവിടെ വാടാ. എടാ പ്രേമമാരാ, ഞാനിതൊന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു അല്ലേ? അത് ചുമ്മാതാ, ഞാനാ കണ്ടുപിടിച്ചത്. എടാ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛ അത് അത് അച്ഛ അത് 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 ഞാനും കണ്ടു, നന്നായിരുന്നു. പക്ഷേ അത് അവിടെ കൊണ്ട് തീരണം. ഈ അച്ഛൻ ഒരു കട്ടുറുമ്പ് തന്നെ. ഒരു എടാ നിന്നോട് ഞാൻ പറയാ, നിന്റെ ചേട്ടനുണ്ടല്ലോ, അവൻ കമ്മീഷന്റെ മരുവനൊക്കെ കാര്യം ശരിയാ. പക്ഷെ എനിക്ക് കാൽചക്ര സീതനം കിട്ടിയോ? ഇപ്പൊ മറ്റവിടെ ഇളയവള് നിന്നെ കയറി പിടിച്ചിരിക്കുക. ഞാൻ അച്ഛൻ പറയുന്ന പോലെ കേൾക്കാം. എങ്കിൽ നിനക്ക് നല്ലത് മറ്റവന്റെ കൂടെ ചേർത്ത് ഇതിനകത്ത് ഞാൻ ഈടായിക്കൊള്ളാം. അല്ലെങ്കിലേ എന്റെ സ്വത്തിൽ നിന്ന് കാശ് ഞാൻ തരില്ല. ഇല്ല അച്ഛാ, ഇനി ഞാൻ അവളെ കാണത്തില്ല, സത്യമായിട്ടും. വേണ്ട വേണ്ട, കാണാതിരിക്കണ്ട. കണ്ടോളൂ, പ്രേമിച്ചോളൂ. പക്ഷെ കല്യാണം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യും. ഈ വയസ്സുകാലത്താ? എനിക്കല്ലട വശവാ, ഇവന്. അച്ഛാ അപ്പൊ എനിക്കോ അച്ഛാ? അത് പിന്നെ നടക്ക്, നടക്കടാ. എനിക്കൊന്നിനെ പിടിച്ചു വന്നില്ലെങ്കിൽ ഈ തോർത്ത് കൊടുത്തോണ്ട് എവിടെ നിന്നെങ്കിലും ഞാനൊന്നിനെ പിടിച്ചോണ്ട് വരുമല്ലോ. നീ തോർത്ത് കൊടുത്തോണ്ട് ഇവിടെ കടന്ന് പിടിച്ചോ. അച്ഛാ എനിക്ക് കല്യാണം. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? ദേ കണ്ടില്ലേ, എന്തോ സമ്മാനമാണ്. അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടേ ഉറങ്ങാൻ പോവുള്ളൂ എന്നും പറഞ്ഞു കയറി കിടക്കുക. അവൻ സ്നേഹമുള്ള കുട്ടിയാ. അതെ 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 അതെ, അച്ഛന്റെ പുന്നാര മോനല്ലേ. പക്ഷെ ബാക്കിയുള്ളവരോട് ഇവൻ കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ, സഹിക്കാനാവില്ല. അതൊക്കെ മാറുമെന്നേ, അവൻ കൊച്ചല്ലേ. മോനെ മോനെ. അച്ഛ അച്ഛ, എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. അതിന് അച്ഛനൊരു പ്രസന്റേഷൻ വാങ്ങിക്കൊണ്ട് വന്നതാ. അയ്യേ, ഇത് മിഠായിരുന്നു.
ഞാൻ അമ്മയെ കളിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് മിഠായിയാ. ഇതിലച്ഛൻ സീറ്റിട്ട് വയ്ക്കാം, പാട്ടും കേൾക്കാം. നല്ല ട്യൂണാണെന്ന് തോന്നല്ലേ? താങ്ക് യു മൈ ഡിയർ സൺ. സാറി വഴിക്കൊക്കെ ഇതിലെ പോയപ്പോ ഒന്ന് കയറിയെന്ന് മാത്രം. ആ ഗംഗാധരനെ ഒന്ന് കാണണമല്ലോ. ആ ഗംഗാനെ ഒന്ന് വിളിക്കേ. അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ പോവുകയാണ്. ആ, എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പുതിയ ജോലിക്കാരൻ? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? നല്ല ജോലിക്കാരനാണ് സാർ, പണിയേ ശരണം. ക്ഷീണം അയാൾക്ക് അറിയില്ല. ഇയാളൊരു കൊള്ളക്കാരനായിരുന്നെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. അല്ല, ഗംഗാധരൻ ആളാകെ മാറില്ലോ. കാലത്തിനൊത്ത് കോലവും മാറണമെന്നല്ലേ? അതെ അതെ, മാറണം. ഇപ്പോ തന്നെ ആള് സുന്ദരനായി. ആ, എങ്ങനെയുണ്ട് പുതിയ ജോലിയും താമസവും ഒക്കെ? സാറിന്റെ ഏർപ്പാടല്ലേ, നന്നായിരിക്കുന്നു. എന്റെ പരീക്ഷണം വിജയിപ്പിക്കേണ്ടത് ഗംഗാധരനാണ്. എന്നിട്ട് വേണം മറ്റുള്ളവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. തീർച്ചയായും വിജയിക്കും. ഞാനൊരു പുതിയ ലോകത്ത് വന്ന് പെട്ട പോലെയാ. സാറിനെ കണ്ടുമുട്ടാൻ വളരെ വൈകിപ്പോയല്ലോ എന്ന് ദുഃഖമേ എനിക്കുള്ളൂ. ഇതിനൊക്കെ ഓരോ സമയമുണ്ട്. ആ, ഞാൻ നിൽക്കുന്നില്ല. വല്ലപ്പോഴും വീട്ടിലൊക്കെ വരണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. ഞാൻ വരട്ടെ. നീ ഇവിടെ പോന്നടി. ഈ നേരത്താണോ കടയിൽ പോക്ക്? അമ്മയ്ക്ക് നല്ല സുഖമില്ലാതെ കിടക്കുക. അതാണ് ഞാൻ. അത് മോക്കൊരു സൗകര്യമല്ലേ? ഒറ്റയ്ക്കിറങ്ങി നടക്കാം. മര്യാദക്കൊക്കെ നടന്നോളാം. പറഞ്ഞില്ലെന്നോണ്ട പൊക്കോ. അവള് വരുന്നുണ്ട്. ഇവളൊന്ന് കൊത്തുന്നില്ലല്ലോടാ. മണം പിടിച്ച് നടന്നിട്ടൊന്നും പ്രയോജനമില്ലടാ. കേറി അങ്ങ് പിടിക്കണം. ആദ്യമൊക്കെ ഒന്ന് പിടയും, പിന്നെ അങ്ങ് ഒതുങ്ങും. നമുക്കൊന്ന് വളച്ചു നോക്കാം. വാ വാ. നിൽക്കവിടെ. എന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത. നടക്ക്. അവനടിച്ചോണ്ട് പോയി കളഞ്ഞല്ലോ. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല. അയ്യോ, ഞാനില്ല. ആള് പെശക. എന്നാ അവനെ ഞാൻ നോക്കിക്കോളാം. ആരോ ഒരാൾ എന്റെ പുറകെ വരുന്നമ്മേ. ആരാടി അവൻ? വീട് കയറി വരുന്നോ? ആരുമില്ലല്ലോ മോളെ. അതോ വഴിയെ പോവാ. അവള് പേടിച്ചതാ. അതാ അവൻ വരുന്നുണ്ട്. ബാബാ, നീ പുതിയ രക്ഷകനാണല്ലേ? പിന്നെ അങ്ങ് ചാമലിന്ന് വന്ന ആളല്ലേ? നിങ്ങൾക്കെന്ന് വേണം? ഞങ്ങൾക്ക് ആ പെണ്ണിനെ വേണം. നീ പോയി വിളിച്ചോണ്ട് വരണം. എനിക്കാ പണിയില്ലല്ലോ ഈ കൂട്ടിക്കൊടുപ്പ്. അപ്പോ രക്ഷിക്കാനാവല്ലേ?
ആ അത് ചിലപ്പോ ചെയ്തെന്ന് വരും. എന്നാൽ സ്വയം രക്ഷപ്പെടാൻ അറിയാവും നോക്ക്. അയാൾ എന്നെ രക്ഷിക്കാൻ വന്നതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഹലോ മിസ്റ്റർ രാജൻ. ഹലോ മിസ്റ്റർ മോഹനേന്ദ്രൻ, ഈ സ്ഥലം അല്പം പെശകാണ്. പണമാണ്, സൂക്ഷിക്കണം. നോ പ്രോബ്ലം, ഐ വിൽ ടേക്ക് കെയർ. കൊണ്ടുവരൂ. ഓക്കെ. ശിവരാൻ,
ഇപ്പോൾ മനസ്സിലായില്ലേ ഗംഗയില്ലാത്തതിന്റെ നഷ്ടം? അവൻ പോയതിനു ശേഷം നിങ്ങൾ എവിടെങ്കിലും വിജയിച്ചോ? സമർത്ഥന്മാരായ പലരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അന്നേ ഞാൻ പറഞ്ഞതാണ് ഗംഗയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇക്കണക്കിന് ഇനിയും നിങ്ങൾക്ക് ഞാൻ ആയുധം തന്നാൽ, നിങ്ങൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആളും ആയുധവും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പോലീസിന്റെ കയ്യിൽ ഈ തോക്കൾ കിട്ടിയാൽ എന്റെ ഗതി എന്താവും? പോലീസ് കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ അറിയുന്നുണ്ട്, അതാണ് കുഴപ്പം. കുഴപ്പം അതല്ല, നിങ്ങൾക്കിപ്പോഴൊരു നേതാവില്ല, അതാണ്. നിങ്ങളുടെ പരാജയം ആരംഭിച്ചത് ഗംഗ പോയതിനു ശേഷമാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എങ്ങനെയോ ഗംഗയെ കൊണ്ടുവരണം. ശരിയാണ്, ഗംഗയെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. ഗുഡ്. ഇത് കണ്ടോ ബിജുവിന്റെ അമ്മ? ബിജു മുടി മുറിച്ചെന്നോ? അല്ല, ബിജുവിന്റെ കൂട്ടുകാരനാ. അത് ചോദിച്ചതിന് ബിജു എന്റെ ആങ്ങളെ അടിച്ചു. നിങ്ങൾ അവനെ വല്ലതും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷമിക്കൂ. ഇവിടം വരെ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ശരി, പൊയ്ക്കുള്ളൂ. മടി. എന്തിനാ കുട്ടികൾ വന്നത്? നിങ്ങളുടെ പൊന്നുമോന്റെ ഗുണം കൊണ്ട് ആ പെണ്ണിന്റെ മുടി മുറിച്ചെന്ന്. ഇത്രേ ഉള്ളൂ, അവൻ കുഞ്ഞല്ലേ. അതെ അതെ അതെ, നിങ്ങൾ ഒരുത്തനാ അവനെ വഷളാക്കുന്നത്. ഞാനോ? അതെ. അവനിങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം. ബിജു, ബിജു. എന്തിനാ വിളിക്കുന്നത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിരിക്കും. എടാ ഇങ്ങ് വാടാ. എന്താടാ ഇത്? മുടി ഇതിവിടെ എങ്ങനെ വന്നു? ഞാൻ കൊണ്ടൊന്നല്ല, ആ രേഖപ്പെണ്ണിന്റെ ആയിരിക്കും. എടാ, പെണ്ണിന്റെ മുടി മുറിച്ചതാരാ? അച്ഛാ, ഞാനല്ല. നിന്റെ കൂട്ടുകാരനല്ലേടാ? ആ കൂട്ടുകാരൻ മുറിച്ചിട്ട് എന്റെ മോൻ എന്ത് വേണം? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോളാന്ന്. എടാ, നീ ആ പെണ്ണിന്റെ ആങ്ങളെ അടിച്ചോടാ. അതെന്റെ അച്ഛനെ പറഞ്ഞിട്ടാ. അച്ഛനെ പറഞ്ഞാ ഞാൻ അടിക്കും. അച്ഛനെ പറഞ്ഞാ പിന്നെ മോൻ എന്ത് ചെയ്യും? അവൻ എന്റെ മോനാ, അവൻ അടിക്കും. നിങ്ങൾക്കേ ഉള്ള ഒരു മോൻ, എടുത്ത് തലയിൽ വെച്ചു. അവനെ ഒന്ന് ശാസിക്കണം തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ ശാസിക്കാം. എടാ ബിജു, ഓടാകത്ത് പോയി വല്ലതും കഴിക്കേ, ഞാനിതാ വരുന്നുണ്ട്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. വളരുമ്പോ ഇതൊക്കെ മാറും. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഉവ്വ ഉവ്വ, എന്നോടായിരിക്കണമായിരുന്നു. ആ പ്രായത്തിൽ എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ ഞാൻ. എവിടെ വാടി? നീ ഇതിനകത്ത് കയറി എന്തിനാ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാണെന്ന്? ആട്ടുംകുട്ടിയെ പിടിക്കാനാ. ആടെങ്ങനെയകത്ത് വന്നു? ഇങ്ങനെ പോയി. അങ്ങനെ എങ്ങനെ? നീ കയറ്റി വിട്ടല്ലേ? എടി അല്ലേന്ന്? ഞാൻ കയറ്റി വിട്ടതാ തീറ്റാൻ. ആ, നിന്റെ ആട് തിന്നുന്നത് സിമന്റ് കുമ്മായായിരിക്കും. പിന്നെ നാളെ ആട്ടുംകാട്ടം കാണില്ല, കോൺക്രീറ്റ് ആയിരിക്കും. ആ, പിന്നെ നീ എന്തിനാ വന്നത്? സത്യം പറ. പിന്നെ ഒന്ന് കാണാൻ വന്നതാ. കാണാനോ? ആരെ? എന്നെയോ? എന്തിന്? ഞാൻ തെറ്റിദ്ധരിച്ചു, ക്ഷമ ചോദിക്കാൻ. ആ, അതൊന്നും വേണ്ട. എന്തെങ്കിലും പറ്റിയോ? ആ, പറ്റി. അവന്മാർക്ക്. ആ, എന്താ നിന്റെ പേര്? നിർമ്മല. അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? എനിക്കറിയില്ല. ഗംഗാധരൻ എന്താ ആ തള്ള വിളിപ്പിച്ചിട്ട് പോകാതിരുന്നത്? എവിടെ? ആ, അത് വല്ല നന്ദി പറയാനോ മറ്റായിരിക്കും. അതെ, അവർക്കൊന്ന് കാണാനും കൂടിയാ. ഗംഗാധരന് ജീവിക്കാനൊരു ജോലിയുണ്ട്, ഇനിയൊരു കുടുംബമൊക്കെ വേണ്ടേ? എനിക്കോ?
ഇനിയോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാൻ അത് ആവശ്യമാണ്. ഞാൻ വളച്ചു കെട്ടുന്നില്ല. ഗംഗാധരൻ ഇനി ഒരു വിവാഹം കഴിക്കണം. വിവാഹം? എനിക്ക് ആര് പെണ്ണ് തരും? നിർമ്മലയെ ഗംഗാധരന് ഇഷ്ടമാണോ? ആര്? അതെ, അവരുടെ അമ്മയുമായി ഞാൻ സംസാരിച്ചു. അവർക്ക് ഗംഗയെ വളരെ ഇഷ്ടപ്പെട്ടു. സാർ, ഞാൻ ആരാണ്, എന്താണ്, എന്റെ പ്രായം? അതൊന്നും അവർക്ക് ബാധകമല്ല. സുന്ദരിയായ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ധാരാളം ആളുകളുണ്ട്. പക്ഷേ പാവങ്ങളായതുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ അവളെ കല്യാണം കഴിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. നിങ്ങൾ അവൾക്കൊരാശയമായിരിക്കും. എന്താ, എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം നിങ്ങൾ തന്നെ. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഇനി താമസമൊക്കെ നിർമ്മലയുടെ വീട്ടിൽ തന്നെയല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിർമ്മലയുടെ അമ്മ ഒറ്റയ്ക്കല്ലേ? ഇരിക്കും. മോന്റെ പേരെന്താ? ബിജു. മോളെ? രേഖ. രേഖ? എടി, എന്താ അവിടെ പഠിക്കാവുന്നില്ലേ? അതോ ഇതേ എനിക്ക് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ടൊന്ന് വേണം. ഒരു കാപ്പി ഉണ്ടോ? ഞാനിപ്പോ വരെ. എടി, നിനക്ക് കല്യാണം കഴിക്കാൻ മറ്റാരും കിട്ടിയില്ലല്ലേ? നിന്നെ ഈ കല്യാണത്തിന് ആരെങ്കിലും നിർബന്ധിച്ചോ? നിന്നെയും തള്ളയും അവൻ പേടിപ്പിച്ചാണോ അല്ലേ? അല്ല, സംഗതി കൊള്ളാം. മോഷ്ടിച്ചാണേലും വയറ്റിനുകൊണ്ട് തരുമല്ലോ. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ മനസ്സിൽ വേണം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ബാങ്ക് കൊള്ളയടിച്ചെന്നോ? എവിടെ? ഏത് ബാങ്ക്? നിങ്ങളാരാ? ഓ, ഈ ബാങ്ക് കവർച്ചയും ഗംഗാനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതിന് തെളിവുകൾ? സാഹചര്യങ്ങൾ തന്നെ. അയാൾ അവിടെ വന്നതിന് ശേഷമാണ് അത്രയും വലിയൊരു കവർച്ച അവിടെ നടക്കുന്നത്. കീഴടങ്ങിയെന്ന പേരിൽ അവിടെ താവളമാക്കി ആസൂത്രണം ചെയ്ത് കൊള്ളയടിക്കാനായി കഴിയും. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഏതായാലും അയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും ആവശ്യം വേണ്ടാൽ ചോദ്യം ചെയ്യാൻ അനുവാദം ലഭിച്ചാൽ. യെസ്, ആവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്യാം. സർ. അമ്മേ, മോഹൻ സാർ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് നല്ല സുഖമില്ല. വേണ്ട, വിളിക്കണ്ട. എന്റെ ഭർത്താവ് മാർക്കറ്റിൽ പോയി. ഇപ്പൊ രാത്രിയിലായിരിക്കും ഉദ്യോഗം അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ നീ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? ഞാൻ ചോദിച്ചെന്ന് മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലും ജോലി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാനെന്നാ ബാങ്ക് കവർച്ച കേസ് അന്വേഷിക്കായിരുന്നു. തിരിച്ചു വന്നപ്പം നേരം വെളുത്തായിരുന്നല്ലേ? അല്ല, ഞാൻ കണ്ടായിരുന്നു വരുന്നത്. എങ്ങനെ കണ്ടതാണ്? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് കരുതിയാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. എന്താ വിരോധമുണ്ടോ? എന്ത് ചെയ്യാം, വരാതിരിക്കാൻ പറ്റില്ലല്ലോ.
എല്ലാം പോയി. ഇതങ്ങോട്ട് വാങ്ങ്. ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ വയ്യ. തീ പിടിച്ച വില. അല്ല, കാശിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ചിലപ്പോ ഇന്നൊരു ഓവർ ടൈം ഉണ്ടായി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിനക്കെന്ത് പറ്റി? ഒരേച്ച പറ്റി. എവിടെ? പിടിയവനെ എവിടെ? നോക്ക്, നീ എന്തിനായി നല്ല മുഖം വെറുപ്പിച്ച് വൃത്തിയിടാക്കുന്നത്? ഞാൻ വരാൻ താമസിച്ചോണ്ടാണ്. നിന്നിവിടെ ആരും പിടിച്ച് വിഴുന്നത്തൊന്നുമില്ല. ഇല്ല, ഓരോരുത്തന്മാര് കയറി വന്ന് അതും ചോദിക്കുമ്പോ. ആര് കയറി വന്നു? എന്ത് ചോദിച്ചു? ആ കമ്മീഷണറുടെ മരുമോൻ തന്നെ. അയാളുടെ ഒരു നോട്ടവും ചോദ്യവും. മോഹൻ സാറോ? നിന്നോടെന്ത് ചോദിച്ചു? എന്നും രാത്രിയിലാണോ ജോലി? അപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണോ? അയാൾ ഇവിടെയൊക്കെ കാണുമെന്ന്. സാരല്ല. അയാൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ. അല്ലെങ്കിൽ ചുറ്റിയാണ് ഉറക്കൊഴിയട്ടെ. നമ്മൾ ആ കമ്മീഷണർ അദ്ദേഹത്തെ ഓർക്കണമല്ലോ. നീ വാ, എനിക്കൊന്ന് കുളിക്കണം. ബിജുമോനെ, ബിജു, ഇത് നിർമ്മലയ്ക്ക് കൊണ്ടുകൊടുക്ക. എന്താ അത്? ഇച്ചിരി പായസം. അവൾക്കിപ്പോ ഇതിനൊക്കെ കൊതി കാണും. കല്യാണം കഴിച്ചിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. ഗംഗാധരൻ ആളും മിടുക്കനാണല്ലോ. പിന്നെ ആരാ മണ്ടൻ? താലി കെട്ടിയതിന്റെ 10ാം മാസം ഞാൻ പ്രസവിച്ചു. എടി പതുക്കെ പറ, പിള്ളേരാരെങ്കിലും കേൾക്കും. വയസ്സുകാലത്ത് ഒരു നാണം കണ്ടില്ലേ? വിടന്ന് അറിയാതെ പറഞ്ഞു പോയി. വിട്. ആ ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്താ തിരിച്ചു വരുന്നത്? ഓവർ ടൈം ഉണ്ട്. ഒറ്റയെണ്ണം വിടില്ലല്ലേ? എങ്ങനെയാ വിടുന്നത്? നാട്ടിലും വീട്ടിലും ജലം പെരുകല്ലേ. പിന്നെ നീ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിർമ്മലയോടൊന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഓവർ ടൈം ചെയ്യാണ്. രാത്രി എന്നെ കാത്തിരിക്കണ്ട. ഞാൻ പറഞ്ഞേക്കാം. ബിജുമോൻ അല്പം പായസം എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ചേച്ചി, ഗംഗേട്ടന് കുതിര ഓടിക്കറിയോ? എനിക്കൊന്നും അറിയില്ല മോനെ. എനിക്ക് ഓടിക്കറിയാം. ഞാൻ പായസം കൊണ്ടുവന്നതാ. കൊടുത്തില്ലേ? പിന്നെ എന്തിനാ അവിടെ വീട്ടിൽ പോ. പാത്രം വാങ്ങിച്ചിട്ട് പോവാം. ഇന്നും രാത്രിയിലായിരിക്കും ജോലി. വരാൻ താമസിക്കും അല്ലേ? അമ്മേ, ഇനി എന്നെ നിർമ്മല ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞേക്കരുത്. ഞാൻ പോവില്ല. എന്ത് പറ്റി മോനെ? ഞാൻ പായസം കൊടുത്തിട്ട് നിർമ്മല ചേച്ചിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോഹൻ ചേട്ടാ വന്നിട്ട് എന്നോടൊരു ചാട്ടം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞു. ഇനി വേണേ മോഹൻ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. മോഹൻ അവിടെ വന്നിരുന്നു. അവൻ എന്തിനവിടെ പോയി? വെള്ളം നടക്കുന്നു. ഭാര്യ അമ്മ നിലവിളിക്കുന്നു. നിലവിളിക്കുന്നു? കമ്മീഷണർ അദ്ദേഹത്തിന്റെ വീടല്ലേ? ഗംഗേട്ടന്റെ വീട്ടിൽ എന്തോ ബഹളം നടക്കുന്നു. കാര്യം എന്താണെന്നറിയില്ല. ഗംഗേട്ടൻ ഒരു വെട്ടുകത്തിയായിട്ട് ഓടുന്ന കണ്ടു. നീയല്ലേ ഗംഗാരൻ? അതെ. നടക്ക് സ്റ്റേഷനിലേക്ക്. സാർ, അത്യാവശ്യമായി എനിക്ക് വീട് വരെ ഒന്ന് പോകണം. സാധ്യമല്ല സാർ, എന്റെ വീട്ടിൽ എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒന്ന് പോയിട്ട്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? സാർ, ഒന്ന് പോയിട്ട്. വിടാ പട്ടികളെ. അയ്യോ, എന്റെ വീട്ടിലെന്തോ ബഹളം നടക്കുന്നു സാർ. ഞാൻ അവിടെ പോവാണ്.
നിങ്ങൾ ചെയ്തിരിക്കുന്ന കൊലപാതകമാണ്. എന്നിട്ട് പോകാൻ ഞാനത് തടഞ്ഞതാണ്. എന്നെ വിടൂ സാർ. ഇല്ല, ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. നിങ്ങളൊരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നിർമ്മലയ്ക്ക് എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒരു നിമിഷം തരും, ഞാനത് പോയി നോക്കട്ടെ. അത് ഞാൻ നോക്കിക്കൊള്ളാം. പറയുന്ന കേൾക്കും. നിങ്ങളുടെ മരുമകനാണ് എന്റെ ഭാര്യയെ നശിപ്പിക്കാൻ. ആരായാലും എന്ത് സംഭവിച്ചാലും ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. ഒരു നിമിഷം എനിക്ക് തരൂ സാർ. സാധ്യമല്ല. ഇല്ല, എന്നെ വിടില്ല. ഒരു നിമിഷം എനിക്ക് തരില്ല. നിങ്ങൾ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തു. എന്നെ വിടൂ, എന്നെ വിട്, എന്നെ വിടാൻ. എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വിടാനാണ് പറഞ്ഞത്. വിടാൻ. നീ എന്നെ ചതിക്ക്. എടാ ദ്രോഹി, എന്റെ നിർമ്മലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങളെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എടാ വിട, വിട, വിട. എടാ എന്റെ ജീവിതം നശിപ്പിച്ച വഞ്ചക, നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓർമ്മിച്ചോ? പെട്ടെന്നുണ്ടായ ഷോക്കിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞതൊന്നും തിരിച്ചറിയാനാവില്ല. ഈ നിലയിൽ അവരുടെ അമ്മയുടെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകാം. ശാരീരികമായി ആപത്തൊന്നുമില്ല. ഒരുപക്ഷെ അമ്മയുടെ മൃതദേഹം കണ്ടാൽ ബോധം തിരിച്ചു വന്നെങ്കിലുമായി. മരിച്ച സ്ത്രീക്ക് മറ്റു മക്കളാരുമില്ല. പിന്നെ മരുമകനായിട്ട് ഗംഗാധരൻ മാത്രമേ ഉള്ളൂ. അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ സാർ. സാർ, എന്റെ ഭാര്യ നിർമ്മലേ, 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 നിർമ്മലേ. അവർക്കൊന്നും തിരിച്ചറിയാനാവില്ല. നിർമ്മലേ, നിർമ്മലേ, നിർമ്മലേ. സമയമായി. നീ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നാൽ ആ കഴുകന്മാർ എന്നെ കുത്തിവരിക്കും. ഈ ലോകം നമുക്കുള്ളതല്ല. നിന്നെ രക്ഷിക്കാൻ, നമുക്ക് രക്ഷപ്പെടാൻ ഞാൻ മരിക്കണം. ഗംഗാധര, അയാളൊന്നും ചെയ്യണ്ട. എടാ ദ്രോഹി, എന്റെ നിർമ്മലയെ കൊന്നത് നീയാണടാ.
നിന്റെ മരുമകന്റെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടി ബലിയായത് എന്റെ ഭാര്യയാടാ. നീ ഓർമ്മിച്ചോ, ഒരു ദിവസം ഇത് തകർത്ത് ഞാൻ പുറത്തു വരും. അന്ന് നിന്നെയും നിന്റെ മരുമകനെയും നിന്റെ വംശത്തിൽ ഓരോരുത്തരെയും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. സകലതും ഞാൻ തകർക്കുമിടാ. ജീവനും ജീവനും സ്വർഗം തേടുകയാ. ഈ മുഖം തുമുഖം വിടരും അഴകിൻ സോപാനം. ഈ സ്വരം സുന്ദരം പകരും സ്വപ്ന മകരന്തം. ഒന്നു ചേരും വേളയിൽ ജീവനും ജീവനും സ്വർഗം തേടുകയാ. പുലരിക്കാറ്റിൻ കളി ഊഞ്ഞാലാടി, പനിനീർപ്പൂക്കൾ കുളിർമാല്യം ചൂടി, നിന്നെയും കാത്തിരാ വാടിയിൽ. സ്വാഗതമരുളി പ്രകൃതി ദേവി നിനക്കായി ഓമനേ. ഈ മുഖം തുമുഖം വിടരും അഴകിൻ സോപാനം. ഈ സ്വരം സുന്ദരം പകരും സ്വപ്ന മകരന്തം. ഒന്നു ചേരും വേളയിൽ ജീവനും ജീവനും സ്വർഗം തേടുകയാ. കുരുവികൾ പാടും കളഗീതം പോലും, അരുവിയിലലിയും ദ്രുതതാളം പോലും, സംഗമ പുലരിയെ വാഴ്ത്തിയോ. നിനക്കായി ഓമനേ. ഈ മുഖം തുമുഖം വിടരും അഴകിൻ സോപാനം. ഈ സ്വരം സുന്ദരം പകരും സ്വപ്ന മകരന്തം. ഒന്നു ചേരും വേളയിൽ ജീവനും ജീവനും സ്വർഗം തേടുകയാ. എന്താ ഗംഗ ജയിൽ ചാടിയോ? രക്ഷപ്പെട്ട ഭയങ്കര കൊള്ളക്കാരാണ്. അവനെ വിടരുത്. അയച്ചയുടെ ഉത്തരവ്.
അന്ന് നീ വലിച്ചെറിഞ്ഞ തോക്കാണിത്. ഇത് നീ വീണ്ടും പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പഠിക്കേ. ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് തിരിച്ചു പോകാം. ഇല്ല, അവൻ എന്നെ വലിച്ചു. അവന്റെ മരുമകനെ രക്ഷിക്കാൻ ഞാൻ അവനെ വെറുതെ വിടില്ല. അവന്റെ കുടുംബം ഞാൻ തുലയ്ക്കും, ഒന്നോടെ ചുട്ടരിക്കും. എന്നിട്ട് വരാം. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്കുള്ള സൽപ്പേരും സ്വാധീനവും ഈ പരീക്ഷണം മൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കുറ്റവാളിയെ തുറന്ന ജീവിതത്തിലേക്ക് എട്ടഴിച്ചുവിട്ട നിങ്ങൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. സാർ, എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ ഒഴിയുന്നില്ല. പക്ഷേ എന്റെ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? തുറന്ന ജീവിതത്തിലും അയാൾ കൊല ചെയ്തു, ജയിൽ ചാടി. അയാൾ കൊല ചെയ്ത സാഹചര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമില്ല. അയാളെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രം മതി. ആ ജോലി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. യെസ് സർ. തിരുത്താനാവത്തില്ല. എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. അവന് നമ്മളോടാണ് ദേഷ്യം. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ നോക്കൂ. എന്നാലും നീ ഒന്ന് വെറുതെ ഇരിക്കേ, കുറെ സ്വസ്ഥത കിട്ടട്ടെ. എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എനിക്കറിയാം, എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. മനസ്സിനൊരു സമാധാനവുമില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മുടെ ദോഷകാലം കൊണ്ടാണെന്ന്. നമ്മുടെ കുലക്ഷേത്രത്തിലൊന്ന് പോയിട്ട് എത്ര കാലമായി. അവിടെ ഒരു അന്തിത്തിരി കത്തിക്കാൻ ഇവിടെ ആരുമില്ല. നമുക്കെല്ലാവർക്കും കൂടി അവിടെ വരെ ഒന്ന് പോയാലെന്താ? ശരി, പോകാം. ഇനി അതുകൊണ്ടൊരു കുഴപ്പം വന്നു എന്ന് വേണ്ട. घोड़े को पकड़ो, पाँव पर रखो। जाओ गंगा, बेगम बो। നിനക്കിങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. തള്ള ചൊല്ലി കേൾക്കാത്ത വവ്വാലെ തല കീഴ. എന്റെ മോനെ നോക്ക്. ഈ അച്ഛൻ തുടങ്ങി. ഞാൻ പറയുമ്പോഴാണ് നിനക്ക് വേദന. വെടികൊണ്ടതിൽ വേദനയില്ല. ഇത് എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചത്. അച്ഛനെ അനുസരിച്ച് കൊള്ളാവുന്നൊരു വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ സീതനവും വാങ്ങി ഒരു പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ?
അച്ഛൻ എന്റെ അസുഖം അറിയാൻ വന്നാണോ അതോ? എനിക്കെന്റെ അസുഖം അറിയണ്ട, ഇത് അറിഞ്ഞപ്പോഴെങ്കിലും 4 വാക്ക് ചോദിക്കാവുന്ന രീതി വന്നതാ. ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് എത്ര രൂപ ശീലമെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. 10 ലക്ഷം രൂപ. അങ്ങനെ പറഞ്ഞോട്ടെ രാമേന്ദ്രൻ മോൻ. വല്ലതും പറ്റിയോ? നിനക്ക് വലിയ ബുദ്ധിയാ. വല്ല രാഷ്ട്രീയ പാർട്ടിയിലും പോയി ചേർന്നുകൂടായോ? ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പെരുന്നാട് മണ്ഡലം സെക്രട്ടറി ആയിപ്പം. പിന്നെ പറയുന്നത് കേട്ടൊക്കെ നടന്ന എന്നെ ജില്ലാ സെക്രട്ടറി ആക്കാന്ന് നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവൻ എവിടെയെങ്കിലും ഒക്കെ എത്തും. ഇത് പോക്കാ. അമ്മാവ കാപ്പി അവിടെ വെച്ചേക്ക്. ഊണ് കഴിച്ചിട്ട് പോയാ മതി. എനിക്ക് നിങ്ങളുടെ ഊണൊന്നും വേണ്ട. ഉണ്ടായിത്തീരുന്ന ദുഃഖമല്ല എന്റേത്. കൈക്ക് ഒരു ആപത്തും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആപത്തുണ്ടായാൽ എനിക്കെന്താ? ഇവനെ ഞാൻ അന്നേ കളഞ്ഞതാ. രൂപ 1 ലക്ഷമായി എനിക്ക് പോയത്. ഈ അച്ഛൻ എപ്പോഴും ഇത് തന്നെ പറച്ചില്. സ്ത്രീധനം വാങ്ങാതെ കെട്ടണമെന്നാ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. എന്ത് പറഞ്ഞതാ? ആ പാർട്ടി നിനക്ക് വേണ്ട. അയ്യോ അച്ഛൻ, അത് പറച്ചിലേ ഉള്ളൂ. പ്രതിജ്ഞ എടുത്ത നേതാക്കളെല്ലാം കെട്ടിയിരിക്കുന്നത് എസ്റ്റേറ്റും കാറും ബംഗ്ലാവുകളും ഉള്ളിടത്തുന്ന. അത് കൊള്ളാമല്ലോടാ. ആ പാർട്ടിയിൽ എനിക്കും ചേരണം. ഒക്കത്തില്ല, അച്ഛൻ മൂത്തുപോയി. മൂത്തോ? ഞങ്ങളുടെ ഊത്ത് യുവജന പാർട്ടിയാ. അച്ഛനും മോനും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഉണ്ടാച്ചേ പോകുന്നുള്ളൂ. എന്തിനാ ഊണ് മാത്രമാക്കുന്നത്? ശാലം നെല്ലിക്കാത്തോളം വെച്ച് കുളിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ട് പോയാൽ മതി. നീ മതി. താമസിയാതെ നിനക്ക് നെല്ലിക്കത്തോളം വെക്കുന്നുണ്ട്. എടാ ശവി, നിനക്ക് ആ ചായ എങ്കിലും മേടിച്ചു കുടിക്കായിരുന്നില്ല? ഓ, ചായ കുളിച്ച് ഉണ്ടിട്ട് വാ. കുടിച്ച് ഉണ്ടേച്ച് എനിക്കാ. ബിജു, ഒരു ഗുഡ് ന്യൂസ്. എന്റെ അച്ഛൻ എനിക്ക് മോട്ടോർ ബൈക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജിലാകുമ്പോ അച്ഛൻ എനിക്ക് കാറ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം കേട്ടോ. എന്തിന്? എനിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. എന്നത് നോട്ടിക്ക്. എന്താ കണ്ടോ? വാ. അയ്യോ രതീഷ്, അയ്യോ ബിജു, നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. നീ ഓടിക്കോ. നീയാണ് വണ്ടി ഓടിച്ചെന്ന് ഞാൻ ആരോടും പറയില്ല. പൊയ്ക്കോ. വണ്ടി എടുത്തു. ബിജു എടാ, എന്തു പറ്റി? ഈ വണ്ടി എങ്ങനെ ഇവിടെ വന്നു? ഈ വണ്ടി ഓടിച്ച നീയാണോ? ഞാനല്ല. പിന്നാരാ? ചോദിച്ചേട്ടില്ലേ ആരാന്ന് പറയാൻ? എനിക്കറിഞ്ഞൂടാ. ആരാ ഓടിപ്പോകുന്നത്? എനിക്കറിഞ്ഞൂടാ. ആരാന്നേ ചോദിച്ചേ? എനിക്കറിയില്ലെന്ന്. നീ സത്യം പറയത്തില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ. കോൺസ്റ്റബിൾ ഇവിടെ നിൽക്കും, ഞാൻ പോലീസ് സ്റ്റേഷൻ ഫോൺ ചെയ്യാം. പടാ കേറാൻ. വണ്ടി വിടും. ആരാ വണ്ടി ഓടിച്ചേ? സത്യം പറയാനാ പറഞ്ഞേ. ബിജു, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ആ ജീപ്പ് ഓടിച്ച ആരാണെന്ന് എത്ര വെച്ചിട്ട് ഇവൻ പറയുന്നില്ല. ആരാ മോനെ ജീപ്പ് ഓടിച്ചത്? എനിക്കറിയില്ല. ബിജു മോനെ, സത്യം പറയുന്നോണ്ട് നിനക്കെന്താ? പറയൂ. അവനവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുക. മോനെ, ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാണ്. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് പോലീസുകാരുടെ കടമയുമാണ്. നിനക്ക് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? നീ അല്ലല്ലോ കുറ്റം ചെയ്തത്. ബിജു, ഇവിടെ വെച്ച് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരും. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുമോ? നീ സത്യം പറഞ്ഞില്ല പിന്നെ എന്ത് ചെയ്യും? കുറ്റം ചെയ്യുന്നവരെ മറച്ചു പിടിക്കുന്ന തെറ്റാണ്. ഇല്ല, എനിക്കറിയില്ല. ഞാൻ പറയില്ല. കണ്ടോ അവന്റെ അഹങ്കാരം? അമ്മാവനെങ്കിൽ ലാലിച്ചു വെച്ചാൽ അവൻ സത്യം പറയത്തില്ല. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇയാളെന്തോ ചെയ്യും? എന്ത് പറഞ്ഞ ഇയാളോ? മോഹൻ എന്റെ ആരാടാ? ഞാനിപ്പോ പോകുന്നു. തിരിച്ചു വരുന്നതിനെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലീസുകാരായിരിക്കും. മോനെ, ആ
ആപത്ത് വലിച്ചു വെക്കാതെ ഉള്ളത് തുറന്നു പറ മോനെ. അമ്മയോട് പറ. ഇല്ല, അച്ഛൻ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ചെയ്യട്ടെ. അച്ഛനെ നിനക്കറിയില്ല. ഈ വക കാര്യങ്ങളിൽ മോനാണെന്നൊന്നും നോക്കുകയില്ല. ഇല്ല, അച്ഛൻ എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാ. ഒറ്റ മകനായ നിന്നെ ഇപ്പോഴും കൊഞ്ചിച്ച് ലാളിച്ചും വളർത്തുന്ന നിന്റെ അച്ഛനെ പറ്റിയാണോടാ ഇങ്ങനെ പറയുന്നത്? അതെല്ലാം വെറുതെയാണ്. എന്നെ പോലീസിൽ പിടിപ്പിക്കും പോലും അതിന് ഞാനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്നെ കാണാൻ കിട്ടില്ല. നീ എവിടെ പോകുന്നടാ? നിൽക്ക്. എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്നെ അടിച്ചു. അയ്യോ ബിജു, അപ്പൊ എന്നെ പോലീസ് പിടിച്ചാൽ തൂക്കിക്കൊല്ലും അല്ലടാ? എനിക്ക് പേടിയാവുന്നടാ. നീ പറയല്ലടാ? ഇല്ല, ഞാൻ പറയില്ല. എന്നെ അടിച്ചു പറയിപ്പിക്കാൻ അച്ഛൻ കരുതി. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോമടാ. ശരിയാ, അച്ഛൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്താ പ്രഭേ? എന്ത്? ബിജു പോയെന്നു? എവിടെ പോയി? മോൻ അപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിപ്പോയി. അവനെ ഒരു കൂട്ടുകാരനെയും പുഴക്കടവത്ത് വെച്ച് കണ്ടതായിട്ട് ഒരാൾ വന്ന് പറഞ്ഞു. എനിക്ക് ഭയം തോന്നുന്നു. ഉടനെ ഒന്ന് അന്വേഷിക്കൂ. ഓ, അങ്ങനെയാണോ? ഞാൻ അന്വേഷിക്കാം.